നാം എല്ലാവരും സമയത്തിലൂടെ സഞ്ചരിക്കുന്നു. ഉദാഹരണത്തിന് ജന്മദിനങ്ങൾക്കിടയിൽ ഒരു വർഷം സഞ്ചരിക്കുന്നു. നാം എല്ലാവരും സമയത്തിലൂടെ സഞ്ചരിക്കുന്നത് ഏകദേശം ഒരേ വേഗതയിലാണ്, അതായത് 1 സെക്കൻഡ് പെർ സെക്കൻഡ്. നാസയുടെ ബഹിരാകാശ ദൂരദർശിനികൾ നമുക്ക് ഭൂതകാലത്തേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു വഴി നൽകുന്നു. വളരെ അകലെയുള്ള നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും കാണാൻ ദൂരദർശിനികൾ നമ്മെ സഹായിക്കുന്നു. ദൂരെയുള്ള ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശം നമ്മിലെത്താൻ വളരെ സമയമെടുക്കും. അതിനാൽ ഒരു ദൂരദർശിനി ഉപയോഗിച്ച് ആകാശത്തേക്ക് നോക്കുമ്പോൾ വളരെ കാലം മുമ്പ് ആ നക്ഷത്രങ്ങളും ഗാലക്സികളും എങ്ങനെയായിരുന്നുവെന്ന് കാണാൻ നമുക്ക് കഴിയും. എന്നിരുന്നാലും സമയയാത്ര, അതായത് ടൈം ട്രാവൽ എന്ന പ്രയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണയായി 1 സെക്കൻഡ് പെർ സെക്കൻഡ് എന്ന വേഗതയിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നിരുന്നാലും ടൈം ട്രാവൽ എന്ന പ്രയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം സമയയാത്ര നിങ്ങൾ സിനിമകളിലോ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളിലോ മാത്രം കാണുന്ന ഒന്നാണെന്ന് തോന്നുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ശാസ്ത്രം അതേ എന്ന് പറയുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ സമയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ആശയം കൊണ്ടുവന്നു. അദ്ദേഹം അതിനെ ആപേക്ഷികത എന്ന് വിളിച്ചു. സമയവും സ്ഥലവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു വേഗപരിധി ഉണ്ടെന്നും ഐൻസ്റ്റീൻ പറഞ്ഞു. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ ഒന്നിനും സഞ്ചരിക്കാൻ സാധിക്കില്ല, അതായത് സെക്കൻഡിൽ 1,86,000 മൈൽ. സമയയാത്ര എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ സിദ്ധാന്തം അനുസരിച്ച് നിങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കും തോറും സമയം മന്ദഗതിയിലാവും. ഇത് ശരിയാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രജ്ഞർ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 2 ക്ലോക്കുകൾ ഒരേ സമയം സജ്ജീകരിച്ച ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. ഒരു ക്ലോക്ക് ഭൂമിയിൽ തന്നെ തുടർന്നു, മറ്റൊന്നൊരു വിമാനത്തിൽ പറന്നു. ഭൂമി കറങ്ങുന്ന അതേ ദിശയിൽ ആ വിമാനം പോകുന്നു. വിമാനം ലോകം ചുറ്റി പറന്നതിന് ശേഷം ശാസ്ത്രജ്ഞർ 2 ക്ലോക്കുകളെയും താരതമ്യം ചെയ്തു. വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനത്തിലെ ക്ലോക്ക് നിലത്തെ ക്ലോക്കിന് അല്പം പിന്നിലായിരുന്നു, അതായത് വിമാനത്തിലെ ക്ലോക്ക് 1 സെക്കൻഡ് പെർ സെക്കൻഡിനേക്കാൾ അല്പം പതിയെയാണ് സഞ്ചരിക്കുന്നത്. 100 കണക്കിന് വർഷങ്ങൾ ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ സഞ്ചരിക്കാൻ നമുക്ക് ടൈം മെഷീൻ ഉപയോഗിക്കാൻ കഴിയില്ല. അത്തരം സമയയാത്ര പുസ്തകങ്ങളിലും സിനിമകളിലും മാത്രമേ സംഭവിക്കൂ. എന്നാൽ സമയയാത്രയുടെ ഗണിതം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന കാര്യങ്ങളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന് പുതിയ സ്ഥലങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് കണ്ടെത്തൽ. അതിനുവേണ്ടി GPS ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ നാസ ശാസ്ത്രജ്ഞർ GPS-ന്റെ ഉയർന്ന കൃത്യതയുള്ള പതിപ്പുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ നഗരം ചുറ്റി സഞ്ചരിക്കാൻ GPS സമയയാത്ര കണക്കുകൂട്ടലുകളെ ആശ്രയിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? GPS ഉപഗ്രഹങ്ങൾ മണിക്കൂറിൽ 87,000 മൈൽ, അതായത് 14,000 കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ ചുറ്റുന്നു. ഇത് GPS ഉപഗ്രഹ ക്ലോക്കുകളെ ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ ഭാഗം മന്ദഗതിയിലാക്കുന്നു. അതായത് മുകളിലുള്ള ക്ലോക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള വിമാനയാത്ര പരീക്ഷണങ്ങൾക്ക് സമാനമാണിതും. എന്നിരുന്നാലും ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 12,500 മൈൽ, അതായത് 20,200 മൈൽ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്നു. ഇത് യഥാർത്ഥത്തിൽ GPS ഉപഗ്രഹ ക്ലോക്കുകളുടെ വേഗത ഒരു സെക്കൻഡിൽ അല്പം കൂടി വർദ്ധിക്കുന്നു. ഗുരുത്വാകർഷണം സ്ഥലത്തെയും സമയത്തെയും വളച്ചൊടിക്കുന്നതിനാൽ സമയത്തിന്റെ ചലനം മന്ദഗതിയിലാകുമെന്ന് ഐൻസ്റ്റീന്റെ സിദ്ധാന്തം പറയുന്നു. ഉപഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന ഉയർന്ന സ്ഥലങ്ങളിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം വളരെ ദുർബലമായിരിക്കും. ഇത് GPS ഉപഗ്രഹങ്ങളിലെ ക്ലോക്കുകൾ നിലത്തെ ക്ലോക്കുകളേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കാൻ കാരണമാകുന്നു. GPS ഉപഗ്രഹങ്ങളിലെ ക്ലോക്കുകൾ സെക്കൻഡിൽ 1 സെക്കൻഡിനേക്കാൾ അല്പം വേഗത്തിൽ സമയം അനുഭവിക്കുന്നു എന്നതാണ് ഫലം. ഭാഗ്യവശാൽ സമയത്തിലെ ഈ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഗണിതശാസ്ത്രം ഉപയോഗിക്കാൻ കഴിയും. ശാസ്ത്രജ്ഞർ GPS ക്ലോക്കുകൾ ശരിയാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. GPS ഉപഗ്രഹങ്ങൾക്ക് അവയുടെയോ നിങ്ങളുടെയോ സ്ഥാനം കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല. പിശകുകൾ ഓരോ ദിവസവും കുറച്ച് മൈലുകൾ വരെ വർദ്ധിക്കും. അതൊരു വലിയ കാര്യമാണ്. ചുരുക്കത്തിൽ സമയയാത്ര എന്നത് ഒരു യഥാർത്ഥ കാര്യം തന്നെയാണ്, പക്ഷേ അത് നമുക്കൊരിക്കലും അനുഭവിക്കാൻ കഴിയില്ല. ത്രിമാന ലോകത്തിൽ 2 ബിന്ദുക്കൾക്കിടയിൽ യാത്ര ചെയ്യുന്നത് പോലെ സമയത്തിൽ അല്ലെങ്കിൽ കാലത്തിൽ 2 ബിന്ദുക്കൾക്കിടയിൽ യാത്ര ചെയ്യാം എന്ന സാമാന്യ സങ്കല്പമാണ് സമയയാത്ര അഥവാ ടൈം ട്രാവൽ. പൊതുവെ ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും സമയയാത്രകൾ നടത്തപ്പെടാമെന്ന് കരുതുന്നു. ഇത്തരം യാത്രകൾക്ക് സഹായിക്കുന്ന യന്ത്രങ്ങളെ പൊതുവെ ടൈം ട്രാവൽ മെഷീൻസ് എന്ന് വിളിക്കുന്നു. സ്റ്റീവൻ ഹോക്കിങ്സിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഒരാൾ പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ ഭാവിയിലെത്താം. സമയം എന്നത് എപ്പോഴും ദൂരവും വേഗതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാൾ പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ അയാൾക്ക് വേണ്ടി സമയം മറ്റുള്ള വസ്തുക്കളെ അപേക്ഷിച്ച് പതിയെ സഞ്ചരിക്കും. അതനുസരിച്ച് ഭാവിയിലേക്ക് ഒരാൾക്ക് പോകാം, പക്ഷേ സമയത്തിന് പുറകോട്ട് പോകാൻ കഴിയില്ല.
രണ്ട് ബിന്ദുക്കൾക്കിടയിൽ യാത്ര ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം ഒരു നേർവരയാണ്. പക്ഷേ ആ രണ്ട് ബിന്ദുക്കൾ ഒന്നിനു മുകളിൽ ഒന്നായി ഇരിക്കുമ്പോഴാണ് അവ തമ്മിൽ ഒരു ദൂരവും ഇല്ലാതിരിക്കുന്നത്. അങ്ങനെ സമയത്തിൽ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ അവ തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ സഹായിക്കുന്ന യന്ത്രമാണ് ടൈം മെഷീൻ അഥവാ സമയയന്ത്രങ്ങൾ. സമയയാത്ര അഥവാ സമയസഞ്ചാരം മുഖ്യ പ്രമേയമാക്കിയ അനവധി ഹോളിവുഡ് ചലച്ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്ക് ടു ദ ഫ്യൂച്ചർ അതിൻ്റെ 1, 2, 3 ഭാഗങ്ങൾ, ദി ടെർമിനേറ്റർ, ദേജാവു, ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഇന്റർസ്റ്റെല്ലാറൊക്കെ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ടൈം ട്രാവൽ എന്ന ആശയം ഉപയോഗിച്ച് ഇന്ത്യയിൽ ഒടുവിൽ ഇറങ്ങിയ ഒരു തമിഴിൽ മാർക്ക് ആന്റണി, അത് നല്ല കളക്ഷൻ നേടിയ ഒരു ചിത്രമാണ്. ടൈം ട്രാവൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്ന പരീക്ഷണങ്ങളിലാണ് കാലങ്ങളായി ലോകത്തിലെ നിരവധി ഭൗതിക ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നത്. അവരുടെ ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്താൻ ആശാവഹമാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതും 2018 ഇറങ്ങിയ ആന്റ്-മാൻ ആൻഡ് ദ വാസ്പ് എന്ന ടൈം ട്രാവൽ സിനിമയിൽ ഉപയോഗിച്ച ആശയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനമാണ് ഈ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കിയത്. ക്വാണ്ടം കണങ്ങൾക്ക് സംവദിക്കാൻ കഴിയുന്ന വിചിത്ര രീതിയായ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ നടത്തിയ പരീക്ഷണമാണ് ഈ രംഗത്ത് ആശാവഹമായ മുന്നേറ്റമുണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു. കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾ കൊണ്ട് വേർപെടുത്തിയാലും രണ്ട് ഉപ അറ്റോമിക് കണങ്ങളെ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് വിശദീകരിക്കുന്ന ഒരു വിചിത്രവും വിപരീതവുമായ പ്രതിഭാസമാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. ഭൗതിക ശാസ്ത്രത്തിൽ പ്രകാശ വേഗതയിലെ കണികാചലനം പോലുള്ള സങ്കീർണമായ കാര്യങ്ങളെ ആൽബർട്ട് ഐൻസ്റ്റീൻ പരീക്ഷണങ്ങൾ നടത്തി വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ സൈദ്ധാന്തിക അന്വേഷണങ്ങളിലൂടെയായിരുന്നു വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. ഇത്തരമൊരു രീതിയെ അദ്ദേഹം ജർമ്മൻ ചിന്താ പരീക്ഷണത്തെ സൂചിപ്പിക്കുന്ന ഗഡാങ്കൻ എക്സ്പെരിമെന്റ് എന്ന പദം ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചത്. സമാനമായ രീതിയിലായിരുന്നു പുതിയ പഠനങ്ങളും. ഫിസിക്കൽ റിവ്യൂ ലെറ്റേഴ്സിലെ ടീമിന്റെ ഏറ്റവും പുതിയ സൃഷ്ടി ഫലപ്രദമായ സമയയാത്ര ഉൾക്കൊള്ളുന്ന ഒരു ക്വാണ്ടം സിമുലേഷൻ വിവരിക്കുന്നു. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിനെ അടിസ്ഥാനമാക്കി രണ്ട് കണങ്ങളുടെ ബന്ധം ഒരു ക്വാണ്ടം തലത്തിലാണ് അനുഭവിക്കുന്നതെന്നും അതിനാൽ ക്വാണ്ടം കണങ്ങളുടെ ഭൗതിക അകലം പോലുള്ള ഘടകങ്ങൾ പരസ്പര പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കണത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കുന്നത് മറ്റതിനെക്കുറിച്ചും അറിവ് നേടാൻ സഹായിക്കുന്നു. ക്ലോസ് ടൈംലെസ് കർവുകൾ എന്നറിയപ്പെടുന്ന സാധ്യമായ ഒരു ടൈം ട്രാവലിംഗ് രീതി ഈ പഠനത്തിൽ അന്വേഷണ വിധേയമായി. ഒരു കണിക അതിൻ്റെ ജീവിതകാലത്തിൽ ബഹിരാകാശത്തിൽ പിന്നിലേക്ക് പ്രവർത്തിക്കുന്ന സമയത്ത് രൂപപ്പെടുന്ന ചക്രമാണ് കർവ് അഥവാ വക്രം. ശാസ്ത്രജ്ഞർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഫോട്ടോണിക് പേടകങ്ങളെ ഒരു ക്വാണ്ടം പ്രതിപ്രവർത്തനത്തിന് വിധേയമാക്കി. ഈ പഠനത്തിലൂടെ ടൈം ട്രാവൽ എഫക്റ്റ് ഓരോ 4 തവണയും സംഭവിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഓരോ 4 തവണയും എന്ന് പറയുമ്പോൾ 75% പരാജയ നിരക്കാണ് കാണിക്കുന്നത്. ഈ ഉയർന്ന പരാജയ നിരക്ക് പരിഹരിക്കുന്നതിനായി കാലഹരണപ്പെട്ട കണങ്ങളെ വേർതിരിച്ചെടുക്കുമ്പോൾ ഫോട്ടോണുകൾ കടന്നു പോകുന്നുണ്ടോ എന്ന പരിശോധനയും നടന്നു. ഞങ്ങൾ വിവരിക്കുന്ന പരീക്ഷണം സാധാരണ ക്വാണ്ടമല്ല, ഭൗതികശാസ്ത്രം ഉപയോഗിച്ച് പരിഹരിക്കാൻ അസാധ്യമാണെന്ന് തോന്നുന്നു. അത് സമയത്തിന്റെ സാധാരണ അമ്പടയാളത്തെ അനുസരിക്കുന്നു. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിന് സമയയാത്ര പോലുള്ള ഉദാഹരണങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു എന്നായിരുന്നു പരീക്ഷണത്തെക്കുറിച്ച് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ക്വാണ്ടം ഭൗതിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് ആർവിഡ്സൺ ഷുക്കൂർ അഭിപ്രായപ്പെട്ടത്. ഇത് കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ പ്രോഗ്രാം ഉപയോഗിച്ചാണ് നടത്തിയിരുന്നത്. ഇതിന്റെ പ്രായോഗികത ഇനിയും പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലഭ്യമായ അറിവിൽ ഇതുവരെ ആർക്കും ടൈം ട്രാവൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ട്. എന്നാൽ ചില ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് പറയാറുണ്ട്. നൂറ്റാണ്ടുകളായി തന്നെ നമ്മുടെ ശാസ്ത്ര ലോകത്തിന്റെ തലവെരിപ്പിക്കുന്ന ഒരു ചിന്തയാണ് ഈ ടൈം ട്രാവൽ. ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് സർവകലാശാലയിലെ ജെർമൈൻ ടോബറാണ് ഈ വിഷയത്തിൽ പുതിയ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും വസ്തുവിൻ്റെ നിശ്ചിത സമയനിലയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ മുഴുവൻ ചരിത്രവും വെളിവാകുമെന്ന് ക്ലാസിക്കൽ ബലതന്ത്രം നിർവചിക്കുന്നതെന്ന് ടോബർ പറയുന്നു. മാത്രമല്ല ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ടൈം ലൂപ്പുകളും ടൈം ട്രാവലും സാധ്യമാണെന്ന പ്രവചനവും നടത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം ഒരേ സംഭവം ഭാവിയിലും ഭൂതകാലത്തും സാധ്യമാണ്. ടൈം ട്രാവൽ സംഭവങ്ങൾ നടന്നതായി പറയപ്പെടുന്നുണ്ട്. എന്നാൽ അത് ആരൊക്കെ വിശ്വസിക്കുമെന്നറിയില്ല. ചില ദുരൂഹമായ സംഭവങ്ങൾ. ടൈം ട്രാവലിനെ സംബന്ധിച്ച് വ്യത്യസ്ത വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ട്. ടൈം ട്രാവൽ എന്ന അവകാശവാദം സത്യമാക്കിയ ചില കഥകളെക്കുറിച്ച് കൂടി പറഞ്ഞു പോകുന്നു. ഈ കഥകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സത്യമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ സംശയമുണ്ടാക്കാം. എ ന്യൂ പെർസ്പെക്റ്റീവ് എന്ന ഒരു പുസ്തകത്തിൽ സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഒരു പൈലറ്റിന്റെ കഥ പരാമർശിച്ചിട്ടുണ്ട്.
അത് തികച്ചും അതിശയകരമായ ഒരു കഥയാണ്. 1935 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലെ ഡ്രം എന്ന സ്ഥലത്ത് നിർമ്മിച്ച ഒരു എയർബേസിന്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ സർ വിക്ടർ ഗോഡാർഡ് എന്ന വിംഗ് കമാൻഡറെ അയച്ചു. എയർബേസ് കടന്നപ്പോൾ അവിടുത്തെ മോശം അവസ്ഥ അദ്ദേഹം കണ്ടു. എയർബേസ് അടച്ചിരിക്കുന്നു. എയർ സ്ട്രിപ്പിൽ പുല്ല് വളരുന്നു. പശുക്കൾ സമീപത്ത് മേയുന്നുണ്ടായിരുന്നു. അതൊരു നശിച്ച എയർബേസ് പോലെ കാണപ്പെട്ടു. അവിടെ നിന്ന് പോയപ്പോൾ കാലാവസ്ഥ വളരെ മോശമായി. മഴയിൽ നിന്ന് രക്ഷ നേടാൻ വീണ്ടും എയർബേസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം അവിടെ തിരിച്ചെത്തിയപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മെച്ചപ്പെട്ടു. സൂര്യൻ മറനീക്കി പുറത്തു വന്നു. എയർബേസിൽ പ്രവർത്തനം നടക്കുന്നതായി അദ്ദേഹം കണ്ടു. നീല യൂണിഫോമിലെ ആളുകളെ കണ്ടു. എന്നാൽ അക്കാലത്ത് കാക്കി യൂണിഫോം ആയിരുന്നു ഉണ്ടായിരുന്നത്. വിമാനങ്ങൾ മഞ്ഞ നിറത്തിന് പകരം വെള്ളിയായിരുന്നു. അദ്ദേഹത്തിന് ആ വിമാനങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വിക്ടർ അവിടെ നിന്ന് മടങ്ങിയെങ്കിലും 4 വർഷത്തിന് ശേഷം അതേ എയർബസിലേക്ക് അദ്ദേഹം എത്തി. അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. 4 വർഷം മുമ്പ് താൻ കണ്ട അതേ ദൃശ്യമായിരുന്നു അവിടെ. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ വിമാനങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. എല്ലാം ഒരു ദേജാവു പോലെ അയാൾക്ക് തോന്നി. ഭാവിയിൽ വിക്ടർ 4 വർഷം മുന്നോട്ട് പോയിരിക്കാമെന്നാണ് പുസ്തകത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കഥ. 1988 സ്ട്രേഞ്ച് മാഗസിൻ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ടൈം ട്രാവൽ എന്ന തലക്കെട്ടോടെ കെൻ മ്യൂക്സ് എന്ന വ്യക്തിയാണ് ഈ ലേഖനം എഴുതിയത്. 1969 എൽസി ബെക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തും റോഡിൽ ഒരു വിചിത്ര കാർ കണ്ട കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ലേഖനം. അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ലൂസിയാനയിലാണ് സംഭവം. ഒക്ടോബർ 20 ഇരുവരും കാറിൽ പോകുമ്പോൾ വിജനമായ ഹൈവേയിലൂടെ ഒരു പഴയ കാർ നീങ്ങുന്നത് കണ്ടു. കാറിന് നല്ല തിളക്കമുണ്ടായിരുന്നുവെങ്കിലും അത് പഴയ മോഡലായിരുന്നു. കൗതുകത്താൽ അയാൾ കാറിൻ്റെ അടുത്തേക്ക് പോയി. അതിനുള്ളിൽ ഒരു സ്ത്രീയും കുട്ടിയും ഇരിക്കുന്നത് കണ്ടു. ഇരുവരുടെയും വസ്ത്രങ്ങൾ 1940 കാലഘട്ടത്തിലേത് പോലെയായിരുന്നു. അവരെ കണ്ടതോടെ യുവതി ഭയന്നു. എൽസി ബാക്ക് യുവതിയോട് വാഹനം നിർത്താൻ പലതവണ ആവശ്യപ്പെട്ടു. അവർ മുന്നോട്ട് പോയി കാർ നിർത്തി. പുറകിൽ നിന്ന് എൽസി ബാക്ക് വന്ന് യുവതിയുടെ കാറിന് മുന്നിൽ കാർ നിർത്തി. പുറത്തിറങ്ങി കാറിന് നേരെ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കാർ വീണ്ടും അപ്രത്യക്ഷമായി. ഹൈവേ വിജനമായിരുന്നു. ദൂരെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞതുമില്ല. ഇനി അടുത്ത കഥ. 1932 ജർമ്മനിയിലെ ഹാംബർഗ് ഷിപ്പ്യാർഡിന്റെ ഫോട്ടോ എടുക്കാൻ റിപ്പോർട്ടർ ജെ ബെർണാഡ് ഹട്ടണിനെയും ഫോട്ടോഗ്രാഫർ ജോക്കിൻ ബ്രാൻഡിറ്റിനെയും അയച്ചു. പെട്ടെന്ന് കുറെ യുദ്ധവിമാനങ്ങൾ അവിടെ എത്തുകയും യുദ്ധം പൊട്ടി പുറപ്പെടുകയും ചെയ്തു. കെട്ടിടത്തിന് മുകളിൽ ബോംബുകൾ വീഴാൻ തുടങ്ങി. വെടിയുണ്ടകൾ പൊട്ടാൻ തുടങ്ങി. എങ്ങനെയോ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അവർ ഹാംബർഗ് നഗരത്തിലെത്തിയപ്പോൾ അവിടെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പുകയില്ല, വിമാനങ്ങളില്ല, കെട്ടിടങ്ങളും തികച്ചും സാധാരണ പോലെയായിരുന്നു. കപ്പൽശാലയുടെ ചിത്രം കണ്ടപ്പോൾ അതും തികച്ചും സാധാരണ പോലെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഓഫീസിലുള്ളവർ അംഗീകരിച്ചില്ല. 1943 ഹാംബർഗ് ഷിപ്പ്യാർഡിൽ ആക്രമണം നടന്നു. 11 വർഷം മുമ്പ് താൻ കണ്ട കാഴ്ചകൾ അതുപോലെയായിരുന്നു എന്നാണ് വാർത്തയിൽ വിവരിച്ചിരിക്കുന്നത്. മറ്റൊരു സംഭവം. 2003 ജനുവരി 28 അമേരിക്കയിലെ ആൻഡ്രൂ കാൽസിൻ എന്നൊരു വ്യക്തി അറസ്റ്റിലായി. വാൾ സ്ട്രീറ്റിലെ ഇൻസൈഡർ ട്രേഡിങ്ങിന്റെ പേരിലാണ് അയാളെ പിടികൂടിയത്. അദ്ദേഹം വെറും $800 ഉപയോഗിച്ച് 350 ദശലക്ഷം ഡോളറാക്കി, അതായത് 2000 കോടി രൂപയാക്കി മാറ്റിയത് എല്ലാവരെയും അമ്പരപ്പിച്ചു. താൻ 2256 നിന്ന് വന്നതാണെന്നും ഏതൊക്കെ ഓഹരികൾ കുതിക്കുമെന്ന് തനിക്ക് അറിയാമെന്നും ചോദ്യം ചെയ്യലിൽ അയാൾ പറഞ്ഞു. എന്നാൽ അയാൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. പിന്നീട് ജാമ്യത്തിലിറങ്ങി. അയാൾ എന്നേക്കുമായി അപ്രത്യക്ഷനായി. പിന്നീട് ആരും അയാളെ കണ്ടിട്ടേയില്ല. ഇനി മറ്റൊരു കാര്യം. 1954 ജപ്പാനിലെ വിമാനത്താവളത്തിൽ വന്ന ഒരാൾ താൻ ടോഡ് എന്ന രാജ്യത്ത് നിന്നാണ് വന്നെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും മറ്റു രേഖകളും പരിശോധിച്ചപ്പോൾ പറഞ്ഞതെല്ലാം പൂർണ്ണമായും ശരിയാണെന്ന് തോന്നി. എന്നാൽ ടോഡ് എന്നൊരു രാജ്യമില്ല എന്നതായിരുന്നു ആശ്ചര്യകരമായ രാജ്യം. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ലോക ഭൂപടം കാണിച്ചു അദ്ദേഹത്തിന്റെ രാജ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്പെയിനിനും ഫ്രാൻസിനും ഇടയിലുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെ പ്രിൻസിപ്പാലിറ്റി ഓഫ് അൻഡോറ എന്നാണ് വിളിക്കുന്നത്. ആളുകൾ തന്റെ രാജ്യത്തെ അൻഡോറ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആ വ്യക്തിയും ആശ്ചര്യപ്പെട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് അടുത്തുള്ള ഹോട്ടലിൽ ഒരു രാത്രി താമസിപ്പിച്ചു. മുറിക്ക് പുറത്ത് 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. എന്നാൽ പിറ്റേന്ന് രാവിലെ അവർ മുറി തുറന്നു നോക്കിയപ്പോൾ ആ വ്യക്തി അപ്രത്യക്ഷനായിരുന്നു.